സ്ലാബ് കോൺക്രീറ്റിന് വേണ്ടി ഭിത്തി ഉയരമാകുമ്പോൾ തന്നെ ഭിത്തിയുടെ ടോപ്പ് സർഫസിൽ ഇതുപോലെ ഗ്രൗട്ട് ഉപയോഗിച്ച് സർഫസ് സ്മൂത്തൻ ചെയ്യാറുണ്ട്. അങ്ങനെ സർഫസ് സ്മൂത്തൻ ചെയ്തു കഴിഞ്ഞാൽ ഫോം വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ, നല്ല വെയിലുണ്ടാകുന്ന സമയങ്ങളിലും ഈ ഗ്രൗട്ട് ചെയ്തത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ ഫോം വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, വാട്ടർ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഗ്രൗട്ട് ഉപയോഗിച്ച് സർഫസ് സ്മൂത്തൻ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തെടുക്കുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ സർഫസ് ഫിനിഷ് ചെയ്യാനും സാധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച്. മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഈ കോൺക്രീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പികൾക്ക് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ആ സമയത്ത് കമ്പിക്ക് ഒരു ചുരുക്കം, ശ്രിങ്കേജ് ഉണ്ടാവുന്നു. ആ ശ്രിങ്കേജ് ഉണ്ടാവുമ്പോൾ ഭിത്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ കോൺക്രീറ്റും രണ്ട് സ്വഭാവ ഗുണങ്ങളുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഭിത്തിയിലേക്ക് ഒരു പിടുത്തം സംഭവിക്കുന്നു. ഈ പിടുത്തം സംഭവിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഭിത്തിക്കുള്ളിലേക്ക് ക്രാക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുന്നു. ആ ഭിത്തിയിലുള്ള ക്രാക്ക് ഒഴിവായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സർഫസ് സ്മൂത്തൻ ചെയ്തെടുക്കുന്നത്. ഇതിനു പുറമെ നമ്മളിവിടെ കൂടുതൽ ഹീറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ബിറ്റുമിനൈസ്ഡ് കോട്ടഡ് പേപ്പർ റോൾ എന്ന് പറയുന്ന ഈ ഒരു ടാർ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 22 സെന്റിമീറ്റർ ആണ്. ഈ ഒരു ഷീറ്റ് നമ്മൾ ഭിത്തി വരുന്ന എല്ലാ ഭാഗങ്ങളിലും വിരിച്ചെടുക്കുന്നു. അതിന് മുകളിലേക്കാണ് കമ്പി കെട്ടി വെക്കുന്നത്. ബീമിന് ആവശ്യമായ കമ്പികളും അതുപോലെ തന്നെ സ്ലാബിന് ആവശ്യമായ കമ്പികളും കെട്ടിവെക്കുന്നു. അതിനുശേഷമാണ് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മൾക്ക് ഭിത്തിയിലേക്ക് വരുന്ന ക്രാക്കിനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നു. ഇതൊരു ബാരിയറായി അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും അത് ചെയ്തെടുത്തതിന് ശേഷം പതിവ് പോലെ നമ്മൾ ഷീറ്റ് ഒട്ടിച്ച് ആ ഒരു സ്കഫോൾഡിങ് കഴിഞ്ഞ ഭാഗത്ത് ഗ്രൗട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഗ്രൗട്ട് ലീക്കായി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലസ്ക ടാപ്പ് ഒട്ടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി സുഷിരങ്ങളെല്ലാം അടച്ചെടുക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.